അബുദാബിയിൽ ഹൗസ് ഓഫ് ഇന്ത്യ വരുന്നു. സാംസ്കാരിക വിനിമയത്തിനായി അബുദാബിയിലെ സാദിയ ദ്വീപിൽ സ്ഥാപിക്കുന്ന ഹൗസ് ഓഫ് ഇന്ത്യ പ്രവാസികൾക്കും സഞ്ചാരികൾക്കും ഇന്ത്യൻ സംസ്കാരം അടുത്തറിയാനുള്ള പ്രധാന കേന്ദ്രമായി മാറും. ഇന്ത്യ-UAE സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഹൗസ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് ഈ ഒരു സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായത്. ക്യാൻസർ കണ്ടെത്താൻ ഒറ്റ രക്തപരിശോധന ഇനി മുതൽ. ഒരൊറ്റ രക്തപരിശോധനയിലൂടെ 70ഓളം തരം ക്യാൻസറുകൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള അത്യാധുനിക സംവിധാനം അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യ വകുപ്പ് അവതരിപ്പിച്ച പുതിയ രക്തപരിശോധന വഴി പാൻക്രിയാസ്, ആമാശയം, തലച്ചോറിലെ ട്യൂമറുകൾ തുടങ്ങി 70ഓളം ക്യാൻസറുകൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താം. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് IFHAS സ്ക്രീനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇത് ലഭ്യമാണ്. ഇൻഷുറൻസ് പോളിസികളിൽ വ്യത്യാസം വരുന്നു. മഴ, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മൂലം വാഹനങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഇനി മുതൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളവർക്കും പരിരക്ഷ ലഭിക്കും. പരമാവധി 5000 ഒമാനി റിയാൽ വരെയാണ് നഷ്ടപരിഹാരം. നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇത് നടപ്പിലാക്കാൻ 30 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം മഴ സമയത്ത് മുന്നറിയിപ്പുകൾ അവഗണിച്ച് വാതിലുകൾ മുറിച്ചു കടക്കുമ്പോൾ അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി. പുതിയ വിമാനത്താവളം ഒരുങ്ങുന്നു. സൗദി അറേബ്യയുടെ വടക്കൻ പ്രവിശ്യയായ അൽ ജൗഫിൽ പ്രതിവർഷം 16 ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പുതിയ വിമാനത്താവളം വരികയാണ്. ഇത് രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ കരുത്താകും. പഴയ വിമാനത്താവളത്തിന്റെ ശേഷി വെറും 1.25 ലക്ഷം മാത്രമായിരുന്നു. സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലി അൽ ജാസർ, അൽ ജൗഫ് ഗവർണർ ഫൈസൽ ബിൻ നവാഫ് രാജകുമാരൻ എന്നിവർ ചേർന്നാണ് 2026 ജനുവരി 19 ഈ പുതിയ വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിച്ചത്. എക്സിറ്റ് പെർമിറ്റിൽ മാറ്റം വരുന്നു. പ്രവാസികൾക്ക് ഒരേ സമയം ഒന്നിലധികം തവണ രാജ്യത്തിന് പുറത്തേക്ക് പോയി വരാൻ സാധിക്കുന്ന മൾട്ടിപ്പിൾ ട്രിപ്പ് എക്സിറ്റ് പെർമിറ്റ് സേവനം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി ആരംഭിച്ചു. UAEയിൽ സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ആഗോള വിപണിയിലെ മാറ്റങ്ങൾ പ്രതിഫലിച്ച് UAEയിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തി. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ ഗ്രാമിന് 50 ദിർഹത്തിലധികം വർധനവാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 571 ദിർഹം കടന്നു. ട്രംപ് ഭരണകൂടം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതും ഡോളറിന്റെ ഇടിവുമാണ് വില കൂടാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിനിന്റെ ആദ്യ റൂട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UAEയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിനിന്റെ ആദ്യ റൂട്ട് അധികൃതർ പ്രഖ്യാപിച്ചു. അബുദാബിയിൽ നിന്ന് ദുബായ് വഴി ഫിജേറയിലേക്കാണ് കന്നി യാത്ര. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിലോടുന്ന ഈ ട്രെയിൻ വഴി അബുദാബിയിൽ നിന്ന് വെറും 50 മിനിറ്റ് കൊണ്ട് ദുബായിലെത്താം. ഫിജേറയിലേക്ക് 100 മിനിറ്റാണ് യാത്രാസമയം. സൗദിയിൽ കനത്ത ശൈത്യം, താപനില -4ലേക്ക്. സൗദി അറേബ്യയുടെ വടക്കൻ അതിർത്തികളിൽ ശൈത്യം അതിരൂക്ഷമായി തുടരുകയാണ്. പലയിടങ്ങളിലും താപനില -4 ഡിഗ്രി വരെ താഴ്ന്നിരിക്കുന്നു. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹ്റൈനിൽ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാൻ ബഹ്റൈൻ പുതിയ നിയമം കൊണ്ടുവരികയാണ്. കുട്ടികളുടെ സുരക്ഷയും മാനസികാരോഗ്യവും മുൻനിർത്തിയാണ് ഈ കർശന നീക്കം. കൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിപണനത്തിന് രാജ്യം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.